ഹായ്. രാസു രഞ്ജിത്തിന്റെ ഡയറക്ഷനിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു തമിഴ് ത്രില്ലർ വെബ് സീരീസ് ആയിരുന്നു പാരച്യൂട്ട് എന്നുള്ളത്. വലിയ ലെങ്ത് ഉള്ള വെബ് സീരീസ് അല്ല കേട്ടോ. ഓരോ എപ്പിസോഡിനും വെറും 30 മിനിറ്റ് ദൈർഘ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ 5 എപ്പിസോഡുകളാണുള്ളത്. സോ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 2.5 മണിക്കൂറുണ്ട്, കറക്റ്റ് 2 മണിക്കൂർ 30 മിനിറ്റും കൊണ്ട് കണ്ടു തീർക്കാൻ സാധിക്കുന്ന ഒരു വെബ് സീരീസ് കൂടിയാണ്. അതിലും ആ ഒരു ടൈറ്റിൽ കാർഡും എൻഡ് കാർഡും ഒക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്കൊന്ന് 2.5 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ത്രില്ലർ വെബ് സീരീസ്. ഇതിൻ്റെ ഒരു കഥ എന്ന് പറയുമ്പോഴത്തേക്കും തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചിത്രത്തിലെ ഒരു സുപ്രധാന കഥാപാത്രം, ആളുടെ പേര് എന്നുള്ളത് ലക്ഷ്മി എന്നുള്ളതാണ്. എന്തായാലും അവളൊരു അമ്മയാണ് 2 കുട്ടികളുടെ. ആ കുട്ടികളെ കാണാനില്ല എന്നുള്ള പരാതിയിൽ മേലാണ് ആ ഒരു സ്റ്റേഷനിലേക്ക് നമ്മുടെ ലക്ഷ്മി എത്തിയിരിക്കുന്നത്. ആ ഒരു കുട്ടികളുടെ പേര് എന്നുള്ളത് രുദ്ര, അതുപോലെ തന്നെ വരുൺ എന്നുള്ളതാണ്. വലിയ പ്രായമൊന്നുമില്ല, കൊച്ചു കുട്ടികളാണ്. എന്തായാലും ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കുറച്ച് സസ്പെൻസ്ഫുൾ ആയിട്ട് കാണിച്ചു തരുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം എന്നുള്ളത്. ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കാണണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഈ പാരച്യൂട്ട് എന്നുള്ളത്. കാരണം ഇതിനുള്ളിൽ ത്രില്ലിംഗ് എലമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഈക്വൽ ആയിട്ട് അല്ലെ അതിനേക്കാൾ ഒരുപടി മുകളിലായിട്ട് ഫാമിലി ഇമോഷൻസും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. സോ അത്യാവശ്യം ഫാമിലി ഓഡിയൻസിനെ അത്യാവശ്യം കയ്യിലെടുക്കും, അവരെ ഒരുപോലെ ത്രില്ല് പഠിപ്പിക്കും, അതോടൊപ്പം തന്നെ ഇമോഷണലി കണക്റ്റും ആക്കും ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളത്. അതിലും എടുത്തു പറയേണ്ടത് സിനിമയുടെ കഥ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 2 എപ്പിസോഡൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം മനസ്സിലാവും ഈ ഒരു സിനിമയുടെ കഥാപരിസരം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇന്നതൊക്കെയാണ് സംഭവിച്ചിരിക്കുക എന്നൊക്കെ തന്നെ. പക്ഷേ എങ്കിലും പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നുണ്ട്, അല്ലെങ്കിൽ പ്രെഡിക്റ്റബിളായി സിനിമ കഥ പറയാൻ തുടങ്ങുമ്പോഴും പ്രേക്ഷകരെ അത്യാവശ്യം പിടിച്ചിരുത്തുന്നുണ്ട്. അതിന് പ്രധാനമായിട്ട് പറയേണ്ടത് തിരക്കഥയുടെ കാര്യം തന്നെയാണ്. അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആക്കി ആണ് ആ ഒരു തിരക്കഥയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ പ്രകടനങ്ങളുടെ കാര്യം കേട്ടോ എടുത്തു പറയേണ്ടത്. ശരിക്കും പറഞ്ഞ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ 2 കുട്ടി കഥാപാത്രങ്ങളാണ് ലീഡിങ് ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ല, കാണാതായ സഹോദരനും സഹോദരിയും 2 കുട്ടികൾ, ഒരു രക്ഷയില്ല കേട്ടോ. വളരെ തന്മയത്വത്തോടു കൂടിയുള്ള അഭിനയം നിങ്ങൾക്ക് ആ ഒരു 2 പിള്ളേരെ കാണാൻ സാധിക്കും. ഒരു ഓവർ റിയാക്ഷനോ ഒരു പരിപാടിയും കൊടുക്കുന്നില്ല. അതായത് നമ്മൾ തന്നെ പറയും ഇത് കുട്ടികളായി ഇതിൻ്റെ അഭിനയം എന്ന് പറഞ്ഞ് ഇങ്ങനെ കാഴ്ചവെക്കണം, അങ്ങനെ നമ്മൾ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള 2 പ്രകടനങ്ങൾ തന്നെയായിരുന്നു. ആ ഒരു പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ശക്തി, ഋത്വിക്, അതുപോലെ തന്നെ ഇയൽ എന്ന് പറയുന്ന 2 കുട്ടിത്താരങ്ങളാണ്. ഗംഭീരമായിരുന്നു കേട്ടോ. അത് പിള്ളേരൊക്കെ എങ്ങനെ അഭിനയിക്കണം, അമ്മാതിരി ഒരു കിടു പ്രകടനം എന്ന് പറയാൻ സാധിക്കും. അതും നിങ്ങൾക്ക് സിനിമ തമിഴിൽ തന്നെ കാണാൻ സാധിക്കുകയാണെങ്കിൽ തമിഴിൽ തന്നെ കാണുക. അപ്പോഴാണ് കുറച്ചുകൂടി ആ ഒരു ഇമോഷൻസ് ഒക്കെ ആ ഒരു പിള്ളേരുടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മലയാളം ഡബ്ബിംഗ് ഉണ്ട്. അപ്പോൾ മലയാളത്തിൽ കാണുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ള കുറച്ച് പോരായൊക്കെ കാണും. പക്ഷേ തമിഴാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിഷോർ ഉണ്ട്. പിന്നെ ഈ ഒരു സിനിമയ്ക്കുള്ളിൽ കൃഷ്ണ, നമ്മുടെ കനി എന്ന് പറയുന്ന ആക്ട്രസ്, അത് കനി കുസൃതിയല്ല, കനി ധിജ എന്ന് പറയുന്ന ആക്ട്രസ്സാണ് ആ ഒരു അമ്മ ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ തന്നെ പ്രകടനങ്ങളും മികച്ചു നിന്നിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. ടെക്നിക്കലി എടുത്തു പറയേണ്ടത് യുവശങ്കർരാജയാണ് മ്യൂസിക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയുടെ ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ മ്യൂസിക് വർക്കിനെ പറയാൻ സാധിക്കും. എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവും. അത്രയും ഗംഭീരമായിട്ടാണ് മ്യൂസിക് വർക്ക് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. കൂടാതെ ഓം നാരായണൻ്റെയാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം. ഗംഭീരമാക്കി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഛായാഗ്രഹണ വർക്ക് നിന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ റിച്ചാർഡ് കെവിൻ, അദ്ദേഹമാണ് ചിത്രത്തിൻ്റെ എഡിറ്റർ. പുള്ളിയുടെ വർക്കും നൈസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു ക്വാളിറ്റി ലെവലിലേക്ക് അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ സീരീസിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എഡിറ്റിംഗ് വർക്ക് ഒക്കെ നല്ല രീതിയിൽ സാധിക്കുന്നുണ്ടായിരുന്നു. മൊത്തത്തിൽ പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെ കഥ കുറച്ച് കഴിയുമ്പോഴത്തേക്കും പ്രെഡിക്റ്റബിൾ ആണ്, നമുക്ക് ഏകദേശം അറിയാം. എങ്കിലും തിരക്കഥയൊക്കെ വെച്ചിട്ട് അത്യാവശ്യം ഫാമിലി ഇമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ബിൽഡ് ചെയ്ത് പോകുന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് കുടുംബമായിട്ടൊരു ത്രില്ലർ സീരീസ് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ചൂസ് ചെയ്ത് നോക്കാൻ സാധിക്കുന്ന ഒരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അതിലും സാധാരണ വെബ് സീരീസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു 8 എപ്പിസോഡ് മസ്റ്റാണ്. 7 ഇല്ലെങ്കിൽ വെബ് സീരീസ് എന്നുള്ള പരിപാടി ഇല്ല എന്ന് കരുതുന്ന ഒരു ടൈമാണിത്. അത് വലിയ കഥയൊന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും വലിച്ചഴച്ച് 8 എപ്പിസോഡുകൾ കൊണ്ടുപോകും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു 5 എപ്പിസോഡിനുള്ള ഒരു കഥയുള്ളൂ, അത് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്നും പറഞ്ഞ് വലിയ മാരക സംഭവമായിരിക്കും, ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ നിറഞ്ഞ ത്രില്ലർ ആയിരിക്കും എന്നൊന്നും ഓർത്ത് പോകരുത്. അങ്ങനെയാണെങ്കിൽ നല്ല നിരാശയായിരിക്കും. ഇത് അങ്ങനെയൊന്നുമല്ല, കുറച്ച് ഇമോഷൻസും ഒക്കെ തന്നെ പങ്കുവയ്ക്കുന്ന ഒരു കുഞ്ഞു ത്രില്ലർ സീരീസാണ്. എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തോന്നി. ഓക്കെ, എന്തായാലും ഈ ഒരു സീരീസിന് മാക്സിമം ഒരു 7 ഔട്ട് ഓഫ് 10 ആണ് നൽകുന്നത്, 10-7. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക.